ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നതിന് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് 2 കഥകളാണ്. അതിൽ ഒന്നാമത്തെ കഥ എന്നുള്ളത് ത്രേതായുഗത്തിൽ ശ്രീരാമനുമായി കണക്ഷനുള്ള ഒരു കഥയാണ്. രാവണനെ വധിച്ച ശേഷം സീതാദേവിയെ മോചിപ്പിച്ച് ലക്ഷ്മണനോടുമൊത്ത് അയോധ്യയിലേക്ക് തിരിച്ചു വന്ന ദിവസത്തെ അയോധ്യവാസികൾ ദീപം കൊളുത്തി മധുരപലഹാരങ്ങൾ കൈമാറിയുമൊക്കെ ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും സ്വാഗതം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആ ഓർമ്മയാണ് നമ്മളെല്ലാവരും ദീപാവലിയായി ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും അന്ധകാരത്തെയും അജ്ഞതയുമാകുന്ന അസുരനെ വധിച്ച് ഐശ്വര്യമാകുന്ന ലക്ഷ്മിയെ മോചിപ്പിച്ച് എല്ലാവർക്കും പ്രകാശം പരന്ന ആ പരമാത്മാവിൻ്റെ പ്രകാശം എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുവാനും ലോകം മുഴുവൻ ആ പ്രകാശം പരക്കുവാനും ആശംസിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു.